ഷഹബാസ് അഹമ്മദ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഷഹബാസ്, 2 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. ഒരാളെ കൊല്ലുന്നു, മറ്റൊരാൾ ആത്മഹത്യ ചെയ്യുന്നു. എന്താണ് ഇവർക്കുമിടയിൽ സംഭവിച്ചതെന്നാണ് മനസ്സിലാവുന്നത്? ഷിയാസ്, അക്കാര്യത്തിലാണ് പോലീസിന് ഒരു വ്യക്തത ഇതുവരെ വരാത്തത്. ഇന്ന് രാവിലെയാണ് തൃശൂർ ചാലക്കുടി പോട്ടയിൽ വെച്ച് രണ്ട് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദമ്പതികളാണ്, ഭാര്യയും ഭർത്താവുമാണ്. ഇവർ തൃശ്ശൂരിലെ ഒരു വീട്ടിൽ, ആ ചാലക്കുടി പോട്ടയിലെ തന്നെ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നവരാണ്. ഇവർ 4 മാസമേ ആയിട്ടുള്ളൂ പശ്ചിമ ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയിട്ട്. ഇവരങ്ങനെ ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. ഇവർ ആ വീടിന്റെ തന്നെ ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നതും. കഴിഞ്ഞ 3 ദിവസമായി ഇവർ 2 പേരും ജോലിക്ക് എത്തിയിരുന്നില്ല. അതിലാണ് സംശയം തോന്നിക്കൊണ്ട് ഈ വീടിന്റെ ഉടമസ്ഥനും അവിടെയുള്ള സെക്യൂരിറ്റിയും പോലീസും ചേർന്ന് ഈ വീട്ടിൽ ഒരു പരിശോധന നടത്തുന്നത്. അപ്പോഴാണ് ഇവർ 2 പേരും മരിച്ചു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ പോലീസും ഈ നാട്ടുകാരും ചേർന്ന് ഈ ഡോർ പൊളിച്ച് അകത്ത് കയറി പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് 2 ദിവസത്തോളം പഴക്കമുള്ള ഈ 2 മൃതദേഹങ്ങളും അവിടെ കണ്ടെത്തിയത്. ഈ ഭർത്താവ് ഭാര്യയെ കഴുത്തിന് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇവർക്ക് നാട്ടുകാരുമായും ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 4 മാസമായി മാത്രം മുമ്പ് ഇവിടെ എത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇവർ പരിചയക്കാരോ അല്ലെങ്കിൽ നാട്ടുകാരോ അയൽവാസികളോ ഒന്നും തന്നെ ഇവർക്ക് പരിചയത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ 3 ദിവസമായി ഈ ജോലിക്ക് എത്താതിരുന്നിട്ടും ആരും കാര്യമായി അന്വേഷിച്ചിരുന്നില്ല. പക്ഷേ സംശയം തോന്നിക്കൊണ്ട് ഇന്ന് ഈ വീട് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ 2 പേരും മരിച്ചു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. പോലീസ് പ്രാഥമികമായി പറയുന്നത് ഈ ഭർത്താവാണ് ഭാര്യയെ കൊന്നത്, ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ്. പക്ഷേ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തിനാണ് ഈ കൊന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. കാരണം പോലീസിനെ കുഴയ്ക്കുന്നത് ഇവർ ആരുമായും ബന്ധമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ കൂടുതൽ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല എന്ന് തന്നെയാണ്. കാരണം 4 മാസം മുൻപ് എത്തിയവർക്ക് വലിയ പരിചയങ്ങളൊന്നും നാട്ടിലുണ്ടായിരുന്നില്ല, ആരുമായും വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് എന്താണ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യം പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. 34 വയസ്സ് മാത്രമാണ് ഈ ഭർത്താവായ ഉമ്മത്തിനുള്ളത്. ഭാര്യ രാധ 30 വയസ്സുകാരിയാണ്. ഇവർ പശ്ചിമ ബംഗാൾ സ്വദേശികളാണ്. എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ 2 പേരും മരിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വരാൻ കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് ആളൂർ പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, ഷഹബാസ് ആണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ചാലക്കുടിയിലാണ് ഇതര സംസ്ഥാനക്കാരായ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് ഭാര്യയെ കൊല്ലുകയും ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എന്താണ് ഈ മരണകാരണം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പോലീസ് അന്വേഷണം തുടരുകയാണ്.